ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഷാലിനീസ് ട്രഷർ ട്രോവ്. യൂട്യൂബിൽ ആക്റ്റീവായ ശേഷം വീണ്ടും ഒരു വീഡിയോയ്ക്ക് കുറച്ചൊരു ഡിലേ ആയി. വേറൊന്നുമല്ല, വൈറൽ ഫീവർ ആയിരുന്നു. അതൊന്ന് റിക്കവറായ ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വൈകിയത്. പിന്നെ വീഡിയോസൊക്കെ എടുത്തു വെച്ചായിരുന്നു. എഡിറ്റിങ്ങും പിന്നെ റെക്കോർഡിംഗ് ആയിരുന്നു കുറച്ച് ഡിലേ ആക്കിയത്. അപ്പോൾ പിന്നെ പുതിയൊരു വീക്കിൻ്റെ വിശേഷമായി ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ കുറച്ച് വിശേഷമുണ്ട്. കുറച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പൊങ്കാലയായിരുന്നല്ലോ. കുട്ടിക്കാലത്ത് അമ്മയും ചിറ്റയൊക്കെ ആയിട്ട് ഡൽഹി വെച്ച് അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോകാറുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരാഴ്ച മുമ്പാണ് ഡൽഹി അയ്യപ്പ ക്ഷേത്രത്തിൽ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ മാസവും എല്ലാ കൊല്ലവും ഫെബ്രുവരിയിൽ പൊങ്കാല അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും അമ്മയും ചിറ്റയും അനീത്തിയും പിന്നെ കൂട്ടുകാരികളും ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ്റെ കുറേ ആൾക്കാരും അമ്പലത്തിൻ്റെ ആൾക്കാരും എല്ലാവരും കൂടെ പൊങ്കാലയും പിന്നെ വിഷ്ണു സഹസ്രനാമം, ലക്ഷ്മി പൂജ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും പൊങ്കാല വരുമ്പോൾ എനിക്ക് വളരെയധികം മിസ്സാവുന്നത് ഡൽഹി പോയി ചെയ്യാറുള്ള ഈ പൊങ്കാലയാണ്. കഴിഞ്ഞ കൊല്ലം വീട് മേടിച്ച ശേഷമാണ് ഞാനും വീട്ടിൽ പൊങ്കാല ഇടാൻ തുടങ്ങിയത്. അതും യൂട്യൂബിലൊക്കെ കുറേ പേര് പുറത്ത് അബ്രോഡിൽ സെറ്റിൽഡായ കുറേ പേര് വീട്ടിൽ ഇടുന്നുണ്ടെന്നൊക്കെ കണ്ടിട്ടാണ് ഞാനും ചെറിയൊരു ആഗ്രഹം വന്ന് കഴിഞ്ഞ കൊല്ലം മുതൽ വീട്ടിൽ പൊങ്കാല ഒരുക്കാൻ തുടങ്ങിയത്. പിന്നെ ഓൺലൈൻ സെപ്റ്റോ, സ്വിഗ്ഗി അങ്ങനെ എന്നും ഒരു ഓർഡർ ഉണ്ടാവും പാലും പച്ചക്കറിയും ഒക്കെ. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് ഗസ്റ്റും ഉണ്ട് വൈകിട്ട്, അപ്പോൾ എക്സ്ട്രാ പാലൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ഇതാ ഇവിടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഞാൻ. ഏതൊരു ഫെസ്റ്റിവലായാലും ഒക്കേഷനായാലും എൻ്റെ പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ സെറ്റ് മുണ്ടും പിന്നെ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മേക്കപ്പും ഒക്കെ. പിന്നെ രാവിലെ തന്നെ ആദ്യം പെട്ടെന്ന് ഞാൻ ഒരിക്കലായിരുന്നു, പക്ഷേ വീട്ടിൽ ഫാമിലിയിൽ ഹസ്ബൻഡും മോനും ഒക്കെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ദോശ തന്നെയായിരുന്നു ഇന്നും. അപ്പോൾ ആ ദോശയുടെ ഒരു പ്രിപ്പറേഷൻ പെട്ടെന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം എനിക്ക് പൊങ്കാലയ്ക്ക് പായസം ഒരുക്കാൻ. അപ്പോൾ അവരുടെ പിന്നെ ഹസ്ബൻഡ് ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ ഹസ്ബൻഡ് ഒച്ചയും കേൾക്കാം. വീഡിയോ കോളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ വീഡിയോ കോളും ഒരു സൈഡിൽ ഇതാ ഞാൻ പൊങ്കാലയ്ക്ക് പൂജയും പിന്നെ പൊങ്കാല ഒരുക്കങ്ങളുമായിട്ട് ബിസിയായി. അപ്പോൾ അങ്ങനെ പൊങ്കാലയ്ക്കുള്ള പായസത്തിനുള്ള പ്രിപ്പറേഷൻ ഇവിടെ തുടങ്ങി. അരി, ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ്, ഏലയ്ക്ക, നാളികേരം, വെള്ളമെല്ലാം ഞാൻ ആദ്യമേ റെഡിയാക്കി വെച്ചായിരുന്നു. പിന്നെ വെള്ളം തിളയ്ക്കുന്നവരെ ഞാൻ പെട്ടെന്ന് നാളികേരം കുറച്ച് ചിരകി എടുക്കുകയാണ്. പായസം വയ്ക്കുമ്പോൾ അതിൽ നാളികേരം, ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചാൽ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിലത്തെ പായസം എന്ന് പറയുമ്പോൾ. കുട്ടികൾക്കായാലും എനിക്കായാലും ഹസ്ബൻഡിനായാലും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പായസം കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. വെള്ളം ദാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം സാധാരണ നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കുന്ന പോലെ പൊങ്കാലയ്ക്ക് പായസമൊക്കെ ഇടുന്ന പോലെ അരി നന്നായി വെന്ത ശേഷം ശർക്കര, പിന്നെ നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഏലക്കപ്പൊടി ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പൊങ്കാലയാണ്. പായസത്തിനിടയ്ക്ക് ഞാൻ ട്രൈപോഡ് സ്റ്റാൻഡിലാണ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. എല്ലാവരുടെ കൂടെ അന്നത്തെ ഒരു ഡേ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പം പൊങ്കാലയ്ക്കായിട്ട് ഞാൻ എന്താ പറയുക വീഡിയോ എടുക്കുകയാണെന്നൊന്നും വിചാരിക്കല്ലേ. കഴിഞ്ഞ കൊല്ലം ചെയ്തായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ വൈറൽ ഫീവറും കോൾഡൊക്കെ വന്നുകൊണ്ടാണ് കുറച്ചൊരു ഡിലേ ആയത്. പക്ഷേ ഈ ഒരു ദിവസം എനിക്ക് എന്നും ഓർമ്മിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ കൊല്ലത്തെ പൊങ്കാലയും നല്ല ഓർമ്മയാണ്. അതുപോലെ ഈ ഒരു പൊങ്കാലയും വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് മോൾക്ക് മാത്രം സ്കൂളുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡും മോനൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഹാപ്പി പൊങ്കാലയായിരുന്നു ഈ പ്രാവശ്യത്തെ പൊങ്കാല. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. പിന്നെ
സജഷനിൽ കമൻസിൽ നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. പിന്നെ എൻ്റെ മലയാളം അത്ര ക്ലാരിറ്റി ഇല്ലാത്തതാണ്. ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിൽ വളർന്ന കാരണം മലയാളമൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. എന്നാലും യൂട്യൂബ് ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഇൻ അഡ്വാൻസ്. അങ്ങനെ ഇതാ എൻ്റെ പൊങ്കാല ഇവിടെ റെഡിയാണ്. ഇനി ഈ പൊങ്കാല കുറച്ച് ഞാൻ ദേവിക്ക് അമ്പലത്തിൽ വെച്ച ശേഷമാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ മിസ്സായിപ്പോയി. ദേവിക്ക് കൊണ്ട് വെക്കുന്നതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് മിസ്സായി. പിന്നെ അടുത്ത ദിവസത്തെ വിശേഷമാണ്, ഹസ്ബൻഡ് ആണ് ഇന്നത്തെ കുക്കിംഗ്. ഒരു കുട്ടികൾക്കായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ പ്രിപ്പറേഷനാണ്. ചില്ലി ചിക്കൻ എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും അതിൽ വെജിറ്റബിൾസ് ആണ് കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുത്ത് അതിൽ കുറച്ച് സോസും ക്യാരറ്റും വെനിഗറൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റർ ഫ്രൈ ചിക്കൻ ആയിരുന്നു. പിന്നെ റിലാക്സ്ഡ് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഒരു മൂവി കാണാം. പൊന്മാൻ റിലീസ് ആയതുകൊണ്ട് പൊന്മാനും പിന്നെ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വരുത്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷാലിനീസ് ട്രഷർ ട്രോവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.